ഈശോയ്ക്കും കൃപാസന പ്രസാദവർ മാതാവിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ ബൈജു, ഇതെൻ്റെ ഭർത്താവ് ബൈജു, ഇതെൻ്റെ 2 മക്കളാണ് എനിക്ക്, ട്വിങ്സ്, ജോയൽ, ഒരാൾ നോയൽ. അവൻ ഇവിടെ എത്തിയില്ല, അവന് മറ്റു ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നിൽക്കുവാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തത് 21/5/2018. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ 25ാമത്തെ പുതുക്കലാണ് ഞാൻ നിൽക്കുന്നത്. ശരിക്കൊരു ജൂബിലിയുടെ നിറവിലാണ് ഞാനിവിടെ ഈ സമയത്ത് വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം. ഈശോയും അമ്മയും എന്നെ ചെറിയൊരു സാക്ഷ്യമല്ല, 25ാമത്തെ പുതുക്കലിൽ വലിയൊരു സാക്ഷ്യത്തിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ മോൻ്റെ തിരിച്ചു വരവെന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ വലിയ അത്ഭുത സാക്ഷ്യത്തിന് ഞങ്ങളെ ഈശോയും അമ്മയും ഒരുക്കുകയായിരുന്നു. ഇതിൻ്റെ 6ാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 2 വചനം ഞാൻ പറയുവാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 23. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മർക്കോസിൻ്റെ 13 വചനം. എൻ്റെ മക്കൾ 2 പേരും 10th ICSE ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ഇതിൽ മൂത്ത ആൾ ജോയലിന് കുറേ നാളുകളായിട്ട് തലവേദനയുണ്ട്. തലവേദന ഞങ്ങൾ കാണിച്ചപ്പോൾ സൈനസിൻ്റെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു, എറണാകുളത്ത് കാണിച്ചപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 1 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഓക്കെ ആയിരുന്നു. പിന്നീട് എക്സാമിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നവംബർ ഡിസംബർ സമയങ്ങളിൽ അവന് തലവേദന പിന്നെയും ഉണ്ടായി. അവൻ്റെ ബോഡിയൊക്കെ വീക്കാവാൻ തുടങ്ങി. ഞങ്ങളത് ഓർത്ത് എക്സാമിൻ്റെ ആയിരിക്കും. പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു ബോർഡ് എക്സാമിന് മുമ്പ്, മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇവിടെ കഫക്കെട്ടാണ്, അതിനുള്ള മരുന്ന് മതി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നീടും അവൻ്റെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ബോർഡ് എക്സാമിൻ്റെ ടെൻഷനാണ്. ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സയൻസ് വിഷയങ്ങളായി. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് തലവേദന. എക്സാമിൻ്റെ ടൈമിലൊക്കെ അവൻ കിടപ്പായിരുന്നു. എങ്കിലും എഴുതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെയും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. എക്സാം എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എക്സാം എല്ലാം കഴിഞ്ഞ ശേഷം ഇവന് പനി, ഇടയ്ക്ക് തലവേദന വന്നു തുടങ്ങി. ഞങ്ങളത് കാര്യമാക്കിയില്ല, ഡോളയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേളാങ്കണ്ണി പോകാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി. ആ സമയത്ത് ഇവന് പനി കടുത്തു, ഭയങ്കരമായിട്ട് തീവ്രമായ പനിയായി. തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ടാണ് കൊച്ചിനെ കൊണ്ടുവന്നത്. അവിടെ കാണിച്ചപ്പോൾ അവന് പെട്ടെന്ന് തന്നെ അവരെ MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോൾ കൊച്ചിന് മെനഞ്ചൈറ്റിസിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നു. വളരെ ഞങ്ങൾ ഭയപ്പെട്ടു പോയി. പെട്ടെന്ന് അവൻ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ICUലോട്ട് മാറ്റി. അന്നേ ദിവസം തന്നെ അവന് ഫുള്ളി ബ്ലാങ്കായി മാറിയായിരുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച മെയിൻ ഡോക്ടേഴ്സ്, ന്യൂറോ, അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സ് വന്ന് ഇവനെ നോക്കി. അപ്പോൾ ഞങ്ങൾ 2 പേരും ശരിക്കും തകർന്ന മട്ടായിരുന്നു. കാരണം ദൈവം അപ്പോഴും എനിക്ക് ഭയങ്കര വിശ്വാസം. കാരണം ഞാൻ ഉടമ്പടിയിലല്ലേ നിൽക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് ഞാൻ 25ാമത്തെ പുതുക്കൽ. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഉത്സാഹത്തോടെ ഞാൻ ചെയ്യുന്നപ്പോൾ ദൈവം എന്നെ ഒരുക്കുന്നതായിരിക്കും. സഹന ഈശോ തരുന്നതെങ്കിൽ ഞാൻ ഈശോയെ മുറുകെ തന്നെ പിടിക്കും, പിടിവിട്ട് കളയത്തില്ല. ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ നടന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് അവനെ വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി ഷൗട്ട് ചെയ്ത് ഞങ്ങളോട് സംസാരിച്ചു. ഏത് വെള്ളത്തിലാണ് കുളിച്ച്, എന്താണ് കൊടുത്ത്, അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിനും ഉത്തരമില്ലായിരുന്നു. അവർക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്, എന്ത് മരുന്ന് അവന് കൊടുക്കുന്നു അവർക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. അവൻ ഒന്നും റിക്കവർ ആകുന്നില്ല, പനി കൂടുന്നു, തലവേദന കൂടുന്നു. അപ്പോൾ കുഞ്ഞിനെ ICUവിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് ഒന്നും, കാരണം ദൈവം ഇത്രയും, കാരണം അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവം ഏറ്റവും നല്ലതിലോട്ടാണ് നമ്മളെ പരീക്ഷിച്ചത്. ഇവനായിരുന്നു ഏറ്റവും മിടുക്കനായിട്ട് പഠിക്കുന്നവൻ, കീബോർഡിസ്റ്റ്, പാട്ട് പാടും. അപ്പം ഏറ്റവും നല്ലതിനെ തന്നെ ഈശോ പിടിച്ച് ഞങ്ങളെ കുലുക്കുമായിരുന്നു സഹനത്തിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഡോക്ടർ പറയാണ് ഇവന് എങ്ങാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ വേറെ ഒന്നുമല്ല ഓർത്ത, എനിക്ക് കൃപാസനത്തിൽ ഇപ്പം തന്നെ പോകണം, എനിക്ക് എൻ്റെ ഈശോയും മാതാവിൻ്റെ അടുത്ത് ഞാൻ പോകണം. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇപ്പം നീ പോയാൽ നമുക്ക് അച്ഛനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അച്ഛനെ കണ്ടില്ലെങ്കിലും വേണ്ട, എനിക്ക് ഈശോയും മാതാവിനെയും കണ്ടാൽ മതി, എനിക്കിപ്പം തന്നെ പോകണം. അപ്പോൾ പറഞ്ഞു കൊച്ചിനെ ICUവിൽ ഇട്ടിട്ട് നമ്മൾ എങ്ങനെ പോകുന്നത്, എന്താണെന്ന് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് അതൊന്നും അറിയണ്ട, കൊച്ചിനെ ഈശോയും മാതാവും നോക്കും. ഒരു അമ്മയും അപ്പനും പോലും ആ സമയത്ത് പോകത്തില്ല. കാരണം കൊച്ചിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കും പോകാൻ തോന്നത്തില്ല അവസ്ഥ വിട്ട്. പക്ഷെ
ഞാൻ അനിയത്തിയുടെ ഭർത്താവിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാനും ചേട്ടായും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ട്രെയിൻ കയറി കൃപാസനത്ത് എത്തുമായിരുന്നു. ഇവിടെ വന്ന ശേഷം ഞാനൊരു ഭ്രാന്തിനെ കൂട്ടായിരുന്നു. ഇവിടെ വന്ന് പെട്ടെന്ന് ഇവിടെ കാലുകുത്തി വഴി തന്നെ എനിക്കൊരു ഫോൺ വന്നത് പെട്ടെന്ന് ICU എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. എങ്കിലും പറഞ്ഞു കൊച്ചിന് എന്തെങ്കിലും വെള്ളം വാങ്ങിച്ച് കൊടുക്കാം എന്ന രീതിയിലാണ് അവിടെ നിന്ന് ഫോൺ കോൾ വന്നത്. പെട്ടെന്ന് ഇവിടെ ബ്ലെസ് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞു മോളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഈ കൊച്ചിനെ സുഖപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞ് ഇവിടെ വന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിവിടെ ഓടിക്കരഞ്ഞ് ഇങ്ങനെ ഒരു പ്രേക്ഷിത സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. പിന്നെ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്ത്രീയല്ല ഒരു കൊച്ച് വന്ന് നിൽക്കുന്നുണ്ട്. നല്ല മിടുക്കിയായിട്ടുള്ളൊരു പെൺകൊച്ച്, നല്ല സുന്ദരിയാണ്, വെളുത്ത് ചുരിദാറൊക്കെ ഇടും. അപ്പോൾ ഞാൻ അവരുടെ ഫേസ് നോക്കിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷെ എൻ്റെ കൈ തട്ടിയിട്ട് പറയാണ് ചേച്ചി നോർമലായി എന്ത് പറ്റിയപ്പോൾ ഞാൻ പറയാം എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ICUവിലാണ്, കരയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ചേച്ചിയുടെ കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലോട്ട് കുറച്ച് പൈസ ഇങ്ങനെ ചുരുട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാനത് വാങ്ങിയില്ല. 1-2 പ്രാവശ്യം ഞാൻ ആ പൈസ തടഞ്ഞു വന്നിട്ട് അതെൻ്റെ കൈ ചുരുട്ടിയിട്ട് അതെങ്ങോ പോയി. ഞാൻ പിന്നെ മകളെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഓടി വന്നപ്പോൾ സാക്ഷ്യപ്പെടുന്ന സിസ്റ്ററായിരുന്നു. സിസ്റ്ററിൻ്റെ അടുത്ത് ഓടി വന്ന് ഞാനിത് പറയും. അപ്പോൾ സിസ്റ്ററിൻ്റെ മോളിൽ നീ ഉടമ്പടിയിലല്ലേ, നീ ഇവിടെ അൾത്താരയിൽ കൊച്ചിനെ കിടത്തിയതായിട്ട് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചോ, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തു. ഞാനിവിടെ കുറഞ്ഞ് അലറി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അച്ഛനിവിടെ ഇല്ലായിരുന്നു. അച്ഛൻ എന്തോ കേസിന് ആലപ്പുഴ പോയിരിക്കുവാണ്, കാണാൻ പറ്റത്തില്ല രീതിയിലായിരുന്നു. എങ്കിലും ഈശോയോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നേരെ നോക്കുമ്പോൾ ചേട്ടായിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് എൻ്റെ ഭർത്താവ് ഇത്രയും വേദനയോടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞ് പോകുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഓടിച്ചെന്ന് ചേട്ടായിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു നിൻ്റെ അടുത്തൊരു കൊച്ച് നിൽക്കുന്നത് ഞാനും കണ്ടു, അതാരാ ഞാനും പിന്നെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ പൈസ എടുത്തപ്പോൾ 5000 രൂപയാണ് എൻ്റെ കയ്യിൽ അവർ തന്നത്. എനിക്ക് എന്താണ് ആ പൈസ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ആ പൈസ അതുപോലെ ഞാൻ ബാഗിലിട്ടിട്ട് ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുക വഴി അച്ഛൻ വന്നു എന്ന് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടി. അപ്പോൾ പെട്ടെന്നാണ് അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എല്ലാം ദൈവം ഒരുക്കണ പോലെ പെട്ടെന്ന് ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടെ കൊച്ചിൻ്റെ ഫോട്ടോയായിട്ട് ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ അപ്പം അച്ഛനെല്ലാം ശാന്തമായിട്ട് എൻ്റെ കയ്യിൽ കുരിശ് തന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛനപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് പറയാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ, അപ്പോൾ അച്ഛനെ കണ്ട ശേഷം എൻ്റെ ഭയമൊക്കെ അങ്ങോട്ട് പോകുക. അത്ര നേരം അലറിക്കൊണ്ടിരുന്ന എനിക്ക് കരയാനൊന്നും വരുന്നില്ല. അച്ഛനെ കണ്ട വഴി എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം വരുന്നു. എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷിക്കായിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ എൻ്റെ കയ്യിലോട്ട് കുരിശ് കൊണ്ട് തന്നിട്ട് ഞാൻ അതിന് ശേഷം അച്ഛൻ ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടും, ഞാൻ അവനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് ഉറപ്പാണ്, അതായത് എനിക്ക് എന്നെ ഈശോയും മാതാവും കൈവിടില്ല, എനിക്ക് ഉറപ്പാണ്. അതിനുശേഷം അച്ഛൻ വേഗം തന്നെ അവൻ്റെ ഫോട്ടോയൊക്കെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് ഈശോയുടെ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് എൻ്റെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഞാൻ അച്ഛനോട് ഒന്നും കൂടി പറയുക, അച്ഛൻ അവൻ്റെ എന്താണെന്ന് അവർ വൈറസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇവർ പല മരുന്നുകൾ കണ്ടെത്തിയെങ്കിൽ എന്ത് വൈറസാണ് എന്ന്, മെനിഞ്ചൈറ്റീസിൻ്റെ സ്റ്റാർട്ടിങ് എങ്കിൽ എന്ത് ഫംഗലാണ്, എന്താ വൈറസാണെന്ന് അവർ പല മരുന്നുകളും നോക്കിയിട്ടും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ രണ്ടാമത് എൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഇത് വാങ്ങിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ തോന്നി അച്ഛൻ എന്തുകൊണ്ടായിരിക്കും രണ്ടാമത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇത് തോന്നിയെങ്കിലും എന്തോ ആയിരിക്കും. പിന്നെ അച്ഛൻ എന്നോട് പൊക്കോളാൻ ഇങ്ങനെ രീതി കാണിച്ച് ഇവിടുന്ന് ഞങ്ങൾ നേരെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ട് രാത്രിയായി ഞങ്ങൾ എത്തുമ്പോൾ അത്രയും നേരം ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ നിന്ന് ഞാൻ നേരെ ICUവിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മോൻ എന്നെ മമ്മിന്ന് വിളിക്കുന്നത് ഞാൻ കാണുന്നത്. അത്രയും നേരം അന്ന് 1-2 ബ്ലാങ്കായി കൊച്ച് എന്നെ വിളിച്ചു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ICU വെച്ച് കൊച്ചിന് ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇവൻ്റെ ബെഡേലൊക്കെ വിതറായിരുന്നു. കാരണം അവിടെ സിസ്റ്റേഴ്സ് അതൊക്കെ കൊടുക്കാൻ നമ്മളെ സമ്മതിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് ചെന്ന ശേഷം തന്നെ ഞാൻ അച്ഛൻ വെഞ്ചരിച്ച കാശ് രൂപം തന്നിരുന്നു. അത് ഇവനപ്പോൾ കൊന്തയിൽ ഞാനത് ഇട്ട് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ചെന്ന് കാഴ്ച ഇവൻ എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു ചേച്ചി ഉച്ചയായപ്പോൾ തൊട്ട് അവൻ്റെ പനി കുറയാൻ തുടങ്ങി. അതായത് അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ കാലുകുത്തിയ സമയം തൊട്ട് അവൻ്റെ പനി കുറയാൻ തുടങ്ങി. ഇവൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബാക്കിൽ നമ്മുടെ ഈ ചുറ്റിക കൊണ്ട് ഇടിക്കുന്ന വേദന, അവൻ അത്രയും ശക്തമായ തലവേദനയായിരുന്നു അവന്. അപ്പോൾ ആ തലവേദന അവന് വിട്ടുമാറാൻ തുടങ്ങി. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സൈൻ ഇവന് കാണാൻ തുടങ്ങുന്ന നേഴ്സ് എന്നോട് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഭയങ്കര ഹാപ്പി ന്യൂസാണ്. കാരണം ഇവന് പനി പെട്ടെന്ന് മാറിയത് അച്ഛൻ ഇവിടെ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ അവൻ പൂർണ്ണ സൗഖ്യത്തിലോട്ടായി. കാരണം അവൻ അപ്പം തന്നെ അവിടെ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ഇവനെല്ലാം മാറി തുടങ്ങി. ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം, എന്തു പെട്ടെന്നാണ് അവൻ റിക്കവർ ആയത്. പിറ്റേ ദിവസം
ദിവസം തന്നെ നമുക്ക് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച തന്നെ ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ അവിടെയും ദൈവം എന്നെ പരീക്ഷണത്തിൽ നിന്ന് പിന്നെ ആക്കി. കാരണം അച്ഛൻ രണ്ടാമത് എന്തുകൊണ്ട് ഇവൻ്റെ ഫോട്ടോ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് ഉത്തരം പിന്നെയും കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ആ ഉത്തരം പിന്നീട് എനിക്ക് കിട്ടിയത്, കാരണം ഇവന് ഡിസ്ചാർജ് എഴുതിയ ശേഷം അപ്പോഴും വൈറസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു കോള് വരാൻ, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ടില്ല, കാരണം ഒരു ടെസ്റ്റ് കൊച്ചിൻ്റെ പോസിറ്റീവായിട്ടിരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് ഇവിടെ വരും, നിങ്ങളായിട്ട് സംസാരിക്കും, നിങ്ങളപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ആദ്യം വിളിച്ചു, ദൈവമേ ഇത് പിന്നെയും പരീക്ഷണത്തിലോട്ടാണോ കൊണ്ടുപോകുന്നത്? കൊച്ചാണെങ്കിൽ മരുന്ന് കഴിച്ച് തളർന്നു പോലെ കിടക്കുക, അവന് എഴുന്നേക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിൽ ചെന്നാലും ഇവന് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൂസില്ല എന്ന് പറഞ്ഞൊരു വൈറസ് സ്ഥിരീകരിച്ചുവന്. അപ്പോൾ ഇത് റെയറാണ്, ഗൾഫ് കൺട്രീസിൽ മാത്രം കാണുന്നൊരു വൈറസ്. അത് ഇവന് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ തിളപ്പിക്കാത്ത പാല് ഷേക്ക് ചെയ്ത് കുടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്നൊരു വൈറസാണ്. അവിടെ പെട്ടെന്നാണ് ഇവനത് പോസിറ്റീവ് കാണിച്ചത്. അത് കാണിച്ചത് ഇവിടെ വന്ന് അച്ഛൻ ഇവൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. കാരണം എനിക്ക് രണ്ടാമത് അച്ഛൻ ഇവൻ്റെ ഫോട്ടോ വാങ്ങിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്താ രണ്ടാമത്തേന്ന് എനിക്ക് സംശയമായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ രണ്ടാമത് ഞങ്ങൾ അഡ്മിറ്റായ കാര്യമാണ്. കാരണം പിന്നീടാണ് ആ ബ്രൂസില്ല എന്ന് പറഞ്ഞ വൈറസ് ഇവന് പോസിറ്റീവായിട്ട് കണ്ടത്. പിന്നീട് കഴിച്ച മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രൂസില്ലയുടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അത് 14 ദിവസത്തെ ഇഞ്ചെക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ദൈവം ഇപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവനത് കാർന്ന് തിന്നുകൊണ്ടിരുന്നേനെ. കാരണം ഇവൻ്റെ ബോഡി മൊത്തം വീക്കാണ്. കാരണം ബോഡി വീക്കാവുമ്പോൾ ഈ വൈറസ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇവൻ്റെ പഠനത്തെ, ഇവൻ്റെ ജീവനെ തന്നെ അത് ഭീഷണിയായിരുന്നു. അപ്പോൾ അത്രയും വലിയ അനുഗ്രഹമാണ് ഈശോയും മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്നത്. ഈ വലിയ എന്താ പറയുക, 25ാമത്തെ ഇതിൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരിക ചെയ്തത്. അത് ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധനായ ജോസഫ് അച്ഛന വൈദികരുടെ കരങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് ഈശോയും മാതാവും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തന്ന് അവനിപ്പോൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ടെസ്റ്റിൽ പൂർണ്ണമായിട്ടും അവൻ്റെ ബ്രൂസില വൈറസ് നെഗറ്റീവായി, ഫുള്ളി ബോഡി കൾച്ചർ എല്ലാം നോർമലായി, അപ്പം മിടുക്കനായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അത്രയും വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ 25ാമത്തെ പുതുക്കലിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരിയേറെ നന്ദി ഞങ്ങളുടെ കുടുംബം പറയുവാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ജോസഫ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ശുശ്രൂഷയെ ഞാൻ ഒത്തിരി നമിക്കുവാണ്. കാരണം ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലും ഇത്രയും നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് പോലെ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഇവരുടെ ICSE ബോർഡ് എക്സാം റിസൾട്ട്. ഈ ICSE ബോർഡ് എക്സാമിൻ്റെ ടൈമിൽ മൊത്തം ഇവൻ വേദനയിലാണ്. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയായിരുന്നു. ഹോൾ ടിക്കറ്റ് അച്ഛൻ വെഞ്ചരിച്ച് കൊടുത്തു. ഇവൻ അന്നും അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് തലവേദന ഉണ്ടെന്ന്. അന്നും അച്ഛൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് അവൻ 95% മാർക്കോടെ, അത്രയും നല്ല മാർക്കോടെ തന്നെ എൻ്റെ മോൻ ICSE ബോർഡ് എക്സാം പാസ്സായി. അവന് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് പാസ്സായി. അവൻ ഇനി നാളെ തന്നെ അവൻ പഠിക്കാനായിട്ട് പോകുവാണ് ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി. ഇതൊക്കെ നടന്നത് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയുടെ, കൃപാസന അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയാണ്. അത് ഞാൻ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ എൻ്റെ ഇളയ മോനും ഫസ്റ്റ് ക്ലാസ്സോടെ അവനും പാസ്സായി. ഒട്ടും പഠിക്കാത്ത കുട്ടിയാണ്, അവനും പാസ്സായി. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം. അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പം അത്രയും വലിയ അനുഗ്രഹമാണ് ഈശോയും മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്. ഈ തന്ന അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഒരു മിനിറ്റ് എൻ്റെ മകന്. എൻ്റെ പേര് ജോയൽ. ആദ്യമേ തന്നെ ഈശോ മിശിഹായ്ക്കും കൃപാസനം മാതാവിനും 1 കോടി നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ശരിക്കും ഞാനവിടെ ബ്ലാങ്ക് ആയിരുന്നു. ICU കിടന്ന 3 ദിവസവും അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ICUയിൽ പോയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ കയറി, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെമ്മറീസ് മൊത്തം പോയി. പിന്നെ ഞാൻ റൂമിലോട്ട് വന്ന ശേഷമാണ് ഈ മെമ്മറീസൊക്കെ തിരിച്ച് വന്ന്. പിന്നെ ICUവിലായിരുന്നെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. എനിക്ക് ICUവിൽ കിടന്ന കാര്യമൊന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പം ഇത്രയും വലിയ അസുഖത്തിൽ നിന്ന് രക്ഷിച്ച ഈശോയ്ക്കും കൃപാസന മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് എനിക്ക് പത്രം കൊടുക്കുന്നത്
ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും മടിയാണ് പത്രം കൊടുക്കാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ആദ്യമേ തൊട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം പത്രം കൊടുക്കാൻ. ഞാൻ ഒത്തിരി കെട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചു. പിള്ളേരുടെ എക്സാമിൻ്റെ സമയത്ത് ഫുള്ള് ഇവിടെ വന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് 2 കെട്ട് പത്രം എന്നും 10 എക്സാമിൻ്റെ സമയത്ത് 2 കെട്ട് പത്രം വീതം വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ വന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് അത് പിൻ ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ആർക്കും കൊടുത്ത് തീർക്കത്തില്ല. ഓരോ സ്ഥലങ്ങളിലോട്ട് പോകും. ചിലപ്പോൾ ഇവിടെ അടുത്ത ഇവിടെ തൊട്ടടുത്താണെങ്കിൽ പോലും ഇവിടെ കലവൂർ ഇവിടെ ഒന്നും മിക്കവർക്കും അറിയത്തില്ല. എല്ലാവരോടും പെട്ടെന്ന് പത്രം കൊടുത്ത് പോകുന്ന രീതി എനിക്കില്ല. എല്ലാവരോടും എൻ്റെ സാക്ഷ്യം ചിലവർക്ക് ഇഷ്ടം ഉണ്ടാകത്തില്ലെങ്കിലും ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരോടും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. ഓരോ ദിവസവും ഞാൻ ഓരോ സ്ഥലങ്ങളിലോട്ട് പത്രം കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പത്രപ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും മുടങ്ങാതെ 5:30 മണിയെന്ന സമയത്ത് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യും. ആദ്യം വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പേഴ്സണൽ പ്രെയർ ഉണ്ട്. ആ ടൈമിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ഡെയിലി ബ്രെഡ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ കൃത്യമായിട്ട് ആ ധ്യാനം ലൈവ് കൂടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ രാവിലെ എല്ലാം ജോലി ചെയ്യുമ്പോൾ മൊത്തം സാക്ഷ്യമാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിലായാലും സാക്ഷ്യം കേട്ടിട്ടാണ് കൂടെ ഞങ്ങൾ പോകുന്നത്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഉടമ്പടി നന്നായിട്ട് കൊണ്ടുപോകാൻ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമാണ്. ചേട്ടാ എപ്പോഴും എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ എവിടെ പോകാനായാലും എന്നെ കൂടുതൽ ഇവിടെ വന്ന കാര്യത്തിന് ഒരു തടസ്സവും വരാറില്ല. എനിക്ക് കൂടുതൽ സപ്പോർട്ട് എനിക്ക് തരാറുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് നന്നായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഈശോയെ മാതാവിനെയും അമ്മയും കൃപാസന മാതാവിനെ കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഇവൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവനെ ചേട്ടായിയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ പത്രം മറ്റുള്ളവർക്ക് ലിസി ഹോസ്പിറ്റലിൻ്റെ പുറത്തും അകത്തും എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ പറയും കൊച്ചിനെ ഈശോയും മാതാവും നോക്കിക്കോളൂ. അപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്കൊക്കെ കൊടുത്ത് ഈശോയുടെ മാതാവിൻ്റെ എല്ലാം ഞാൻ ഇവിടുത്തെ അത്ഭുത സാക്ഷ്യങ്ങൾ എല്ലാവർക്കും വിവരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. എനിക്കതിൽ ഒരു മടിയും നാണക്കേടും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ളവർക്കും ഞാൻ പത്രം കൊടുക്കും. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. അവിടെ അമ്മച്ചിമാരുടെ അടുത്ത് പോകും. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അതിന് എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടാണ്. എനിക്ക് അവർക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു തരും. ഒന്നും വെറുതെ ഞാൻ പോകാറില്ല. അവർക്ക് അത് കൊടുക്കും. അവർക്കെല്ലാം അത് മുറിച്ച് കൊടുത്ത് അവർക്ക് കൊടുത്ത് ചില വായിൽ വെച്ച് കൊടുക്കേണ്ട ചില അമ്മച്ചിമാരുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റാത്തവർക്ക് അവർ കൂടെ നിർത്തി അവർക്ക് കഴിപ്പിച്ച് മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുരട്ടി കൊടുത്തി അങ്ങനെയൊക്കെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. എന്നെയും കൊണ്ട് കഴിയുന്ന വിധത്തിൽ. ഞാനപ്പോൾ ഒരു സൺഡേ സ്കൂൾ ടീച്ചറാണ്. കൂടാതെ ഞാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലും എനിക്ക് ഒത്തിരിയധികം മറ്റുള്ളവരെ കാരുണ്യ പ്രവൃത്തികളിലോട്ട് എനിക്ക് ഒത്തിരി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ രോഗികളെയൊക്കെ ഞാൻ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ പ്രവൃത്തിയിൽ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വിശുദ്ധ കുർബാന എനിക്ക് എൻ്റെ ജീവനാണ്. ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 2-3 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കാരണം ഞാൻ കൊയറിലുള്ളത് കൊണ്ട് ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പാടുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും വന്നപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന എനിക്ക് ജീവനാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം വിശുദ്ധ കുർബാന. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന് തെറ്റ് ചെയ്താൽ നാളെ തന്നെ ഞാൻ കുമ്പസാരിക്കും. ചിലപ്പോൾ ഒരു ദിവസം എടുക്കത്തുള്ളൂ എൻ്റെ ഗ്യാപ്പ്. അപ്പോഴെൻ്റെ മനസ്സിൽ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ ഒരു തെറ്റും കൂടാതെ ഉടമ്പടി ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു കുഞ്ഞ് തെറ്റ് പോലും എനിക്ക് കൃപ തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് കുമ്പസാരിച്ചാൽ എൻ്റെ പിള്ളേർ പറയും മമ്മി എന്തിനും പിന്നെ നാളെ പോയി കുമ്പസാരിക്കണേ. അപ്പോൾ ഞാൻ പറയും ചെറിയൊരു പാപം ചെയ്താൽ അത് നമ്മുടെ കൃപയ്ക്ക് തടസ്സമാകുന്നോർത്ത് ഞാൻ പിന്നെയും കുമ്പസാരിക്കും. 2 ആഴ്ചയൊന്നും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര നീളാമെന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ പ്രാർത്ഥന, വചനവായന അതൊത്തിരി ഇഷ്ടം. ഒരു 2-3 അടുക്ക് ബുക്ക് തന്നെയുണ്ട് വചനം എഴുതിയിരിക്കണം. ഞാൻ ഡെയിലി വചനം എഴുതും. കുട്ടികളാണ് എക്സാമിന് പോകുന്ന സമയത്ത് അവർക്ക് വചന ബുക്കുണ്ട്. ഞാൻ അവർക്ക് വചന ബുക്കിൽ വചനം എഴുതിച്ചാൽ കൊടുക്കും. അവർ വചനം എഴുതിയിട്ട് എക്സാമിന് മാത്രമല്ല സ്കൂളിൽ ഞാൻ സൺഡേ സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്നത് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ വചനം എഴുതിപ്പിച്ച് വിടുന്നത്. അതുപോലെ അവർ എക്സാമിന് പോയ സമയത്തും തൈലവും ഉപ്പും എല്ലാം വെച്ച് അതുപോലെ അച്ഛൻ കൊടുത്ത് കാശ് രൂപ എല്ലാം വെച്ച് അവർ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒത്തിരിയധികം പ്രാർത്ഥന ഉടമ്പടിയാണ് ഏറ്റവും കൂടുതൽ. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ കൃപാസനം ഏറ്റവും വലിയൊരു ആശ്രയമാണെന്ന് ഞാൻ പറയുന്നത്. ദൈവമേ ഇതല്ലെങ്കിൽ എൻ്റെ കുഞ്ഞൊക്കെ എനിക്ക് തിരിച്ച് കിട്ടുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത്.
അത്രയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈശോയോടും മാതാവിനോടും നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനെ ഒത്തിരി ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ കരങ്ങളിലൂടെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ ദൃഢമായിട്ട് ഒന്നും കൂടി വിശ്വസിക്കുക. എല്ലാത്തിനും ഇവിടുത്തെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു. കൂടാതെ ജപമാലയിൽ ഒത്തിരി ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ ഞാനും എൻ്റെ മക്കളും പങ്കെടുത്തിരുന്നു. ജപമാല എനിക്ക് ഒരു ദിവസം ഒരെണ്ണമൊന്നുമല്ല, 5ഉം 10ഉം 15ഉം ഞാൻ ചൊല്ലും. കാരണം അതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ജപമാല ചൊല്ലും. വാഷ് ചെയ്യുന്ന സമയത്ത്, അടുക്കളയിലായിരിക്കുന്ന സമയത്തൊക്കെ സാക്ഷ്യവും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം. കാരണം മറ്റുള്ള ധ്യാനങ്ങളെ അപേക്ഷിച്ച് അച്ഛൻ്റെ ധ്യാനത്തിന് ഭയങ്കര ജീവനാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അച്ഛൻ പറയുന്നത്. മറ്റു ധ്യാനത്തിലൊക്കെ ഒത്തിരി ഇതുപോലെ തോന്നുമെങ്കിൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനം ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾക്ക് എൻ്റെ മക്കളും പറയും അത് ബോറടിക്കത്ത് പോലും ഇല്ല. ഇവിടെ ഞങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട് ലൈവായിട്ട് അച്ഛൻ്റെ ഇവിടെ വന്ന്. കാരണം നമുക്ക് മടുക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിൽ ഇഷ്ടമാതിരി കിട്ടും. അപ്പം അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനിയും ഈ കൃപാസനം ഒത്തിരി പേർക്ക് ആശ്രയവും അവർക്ക് ജീവനുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാത്തിനും ഈശോയെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഉടമ്പടി തന്നെയായിരിക്കും. ഞാനത് എൻ്റെ മരണം വരെ ഇനി അതൊരിക്കലും എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ കുടുംബവും എന്ത് തടസ്സം വന്നാൽ പോലും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഞാനിവിടെ ഈശോയുടെയും മാതാവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യാൻ. അതുമാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ഉടമ്പടിയാണ്. ഞാൻ നിർത്തുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്.